മാധവ മലയാളത്തിലേക്ക് സ്വാഗതം. നീർമാതളപ്പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്നത് എത്രയോ നേർത്ത ഒരു ഗാനശകലം പോലെയാണ്. നീർമാതളം പൂക്കുന്നത് കേവലം ഒരാഴ്ചക്കാലത്തേക്ക് മാത്രമാണ്. പുതുമഴയുടെ സുഗന്ധം മണ്ണിൽ നിന്ന് ഉയർന്നാൽ നീർമാതളം പൂക്കാറായി എന്ന് വിചാരിക്കാം. പൂക്കൾ വന്ന് നിറഞ്ഞാൽ ഇലകൾ കൊഴിയുകയും ചെയ്യും. ആരെക്കുറിച്ചാണ്, ഏത് കൃതിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ ഊഹിച്ചു കാണുമല്ലോ അല്ലേ? അതെ, മലയാളത്തിന്റെ സ്വന്തം മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം. അക്ഷരസ്നേഹികളുടെ മനസ്സിലെ നിത്യവസന്തമാണ് മാധവിക്കുട്ടി. കാരണം ആർക്കും ഇടം കൊടുക്കാനാവാത്ത ഒരു സിംഹാസനം മലയാള സാഹിത്യ ലോകത്ത് ഉറപ്പിച്ചുകൊണ്ട് മാധവിക്കുട്ടി എന്ന എഴുത്തുകാരി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു. ഒരു സ്ത്രീയുടെ പച്ചയായ വികാരവിചാരങ്ങളെ കടലാസിലേക്ക് പകർത്തുമ്പോൾ സമൂഹത്തെയോ കുടുംബബന്ധങ്ങളെയോ ഭയന്ന് അതിൽ വെള്ളപൂശാൻ മാധവിക്കുട്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാധവിക്കുട്ടിയുടെ ബാല്യ കൗമാര സ്മരണകളുടെ സുഗന്ധം പേറുന്ന ഒരു കൃതിയാണ് നീർമാതളം പൂത്ത കാലം.